ബിസിനസിന്റെ മാർക്കറ്റിംഗിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്. യെസ്, നിങ്ങളൊരു പക്ഷേ നമ്മൾ പല ബിസിനസ്സിലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഈ ആക്ടിവിറ്റി ഫോളോ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാകുന്ന പേയ്മെന്റ് കപ്പാസിറ്റി ഉള്ള ആളുകൾ ആരാണ്? നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ആ പേയ്മെന്റ് കപ്പാസിറ്റി ഉള്ള കസ്റ്റമർ സെഗ്മെന്റിനെ നിങ്ങൾ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യും. ഒന്നാമത്തെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അതാണ്. രണ്ടാമത്തത് തീർച്ചയായിട്ടും നിങ്ങൾ ആ കസ്റ്റമറുടെ നീഡ് എന്താണ്, അതായത് ആ കസ്റ്റമറെ ആരും അഡ്രസ്സ് ചെയ്യാത്ത, നിങ്ങൾക്ക് മാത്രം അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന സൊല്യൂഷൻ കൊടുക്കാവുന്ന നീഡ് എന്താ. ഉദാഹരണത്തിന് നോക്കൂ, നിങ്ങൾ ഇപ്പം ഓസ്റ്റിൻ സാറ് ട്രാവൽ ഇൻഡസ്ട്രിയിലാണ് ബിസിനസ് ചെയ്യുന്നത്. ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ ഇൻഡസ്ട്രിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ബിസിനസ് മോഡൽ. തീർച്ചയായിട്ടും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യല്ലേ, എല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്യല്ലേ. എല്ലാവരും ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ വളരെ കൂടുതലായിരിക്കും. കാരണം എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് വാരിയെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കരുത്തുണ്ടായിരിക്കണം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതായിരിക്കും അവിടുത്തെ സാഹചര്യം. അപ്പോൾ നമ്മളെ കരുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ മാർക്കറ്റിങ്ങിൽ കോസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം എല്ലാവരും ചെയ്യുന്ന മാർക്കറ്റിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം കുറച്ചും കൂടെ നീഷായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യും. അദ്ദേഹം ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള കാറ്റഗറിയിലാണ്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ കസ്റ്റമർ ആരാണ്? ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, ദാറ്റ്സ് ഓക്കെ. എന്നാൽ പോലും നിങ്ങൾക്ക് എൻഗേജ് ചെയ്യേണ്ട നിങ്ങളുടെ നീഷ് കസ്റ്റമർ ആരാണ്? അവരെ കൃത്യമായിട്ട് ആദ്യം ഐഡന്റിഫൈ ചെയ്തു. യെസ്, അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, വളരെ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പുകളെ കണ്ടെത്തി ആ രീതിയിൽ അദ്ദേഹം അവർക്ക് വേണ്ട എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് എക്സ്പീരിയൻസ് ട്രാവലിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്ത, പേഴ്സണലൈസ് ചെയ്ത ഒരു ട്രാവലിംഗ് പാക്കേജുകൾ അദ്ദേഹം കൊണ്ടുവന്നു. കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ. സോ ദാറ്റ് ഇസ് എ നമ്പർ 1, കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ. ഈ കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ അദ്ദേഹം കണ്ടെത്തി പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും ഒക്കെ നിൽക്കുന്ന ഒരു 50 കഴിഞ്ഞ ആളുകളാണ് അദ്ദേഹത്തിന്റെ മേജർ കസ്റ്റമേഴ്സ്, മേജർ ട്രാവൽ കസ്റ്റമേഴ്സ് എന്ന്. ഇത് ഉദാഹരണമാണ് കേട്ടോ. അദ്ദേഹം അങ്ങനെ കണ്ടെത്തിയെന്ന് വിചാരിക്കട്ടെ. ഈ കസ്റ്റമേഴ്സിന്റെ ഏജും അവരുടെ ബിഹേവിയറും അവരുടെ പെരുമാറ്റവും, അവരെവിടെ ജീവിക്കുന്നു, അവരെന്താണ് കഴിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റിലേക്കാണ് അവർ പോകുന്നത്, അവരുടെ ഇൻകം എത്രയാണ്, അവർ ബ്രാൻഡ് പ്രിഫർ ചെയ്യുന്ന ആളുകളാണോ, അങ്ങനെ തുടങ്ങിയ ഒരു കസ്റ്റമറുടെ കംപ്ലീറ്റ് സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മാർക്കറ്റിങ്ങിന്, ഒരു ബിസിനസിന്റെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഇതാണ്. അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. രണ്ടാമത് അയാൾ ഡിസ്കവർ ചെയ്തതോ അല്ലെങ്കിൽ അയാൾ ഡിസ്കവർ ചെയ്തിട്ട് മറ്റൊരാൾ സൊല്യൂഷൻ കൊടുക്കാത്തതുമായിട്ടുള്ള നീഡുകൾ എന്തൊക്കെയാണ്, അയാളുടെ നീഡ് എന്താണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന്റെ അവർക്ക് ഇതുവരെ മറ്റൊരാൾ ഫുൾഫിൽ ചെയ്ത് കൊടുത്തിട്ടില്ലാത്ത നീഡ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നീഡും കൂടെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിങ്ങിന്റെ ബേസ് സെറ്റായി. ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സൊല്യൂഷനിലൂടെയാണ്, എന്ത് സൊല്യൂഷൻ നമുക്ക് കൊടുക്കാം, ഈ സൊല്യൂഷനിലൂടെയാണ് നമുക്ക് ഇവരെ, നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ, നമ്മുടെ കയ്യിൽ നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്. യെസ്, നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ട്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ട്രാവലിങ്ങിന് എക്സ്പീരിയൻസ് കൂട്ടാൻ. 50 കഴിഞ്ഞ ആളുകൾക്ക് ഒരു പക്ഷേ ഒരു വലിയ പറ്റം ആളുകളെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ കാശുണ്ടാവും, അവരുടെ കയ്യിൽ നല്ല കാശുണ്ടാവും. പക്ഷെ അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ 50 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ അവർക്ക് ചിലപ്പോൾ ശാരീരിക അവശതകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ശാരീരിക അവശതയും വെച്ചുകൊണ്ട് യാത്ര പോകുന്നതിന് പലപ്പോഴും വീട്ടിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ള തോന്നലുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള മെഡിക്കൽ എയ്ഡോട് കൂടിയിട്ട് യാത്ര ചെയ്യുവാണെങ്കിലാണ് തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. യെസ്, അപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ് വന്നു കഴിഞ്ഞാൽ
നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെക്കാനിസം നമ്മൾ ഇതിനകത്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൽ ഡോക്ടർ ഒരാളുണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന എല്ലാ ഡെസ്റ്റിനേഷനിലും അത്യാവശ്യം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ആൾ. നിങ്ങൾ ഒരുപാട് പൈസ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ പൈസ മക്കൾക്ക് കുറേ നിങ്ങൾ കൊടുത്തു, അവർ എഡ്യൂക്കേഷൻ കൊടുത്തു, ഇതെല്ലാം വേണ്ടതാണ്. പക്ഷെ നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓടി ചാടി നടക്കുന്നതിനിടയിൽ നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളത് എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്കും ഇല്ലേ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ഭാര്യയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട്, ഇപ്പോൾ മക്കളെല്ലാവരും അവരവരുടെ വലുപ്പത്തിലെത്തി അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനായി, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്. സോ ആ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങളുടെ കൂടെ വളരെ റിലാക്സ്ഡ്, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ കൺസേൺഡ് ആണ്. സോ അവരുടെ ഒരു പെയിൻ ഇതായിരിക്കും. ഉദാഹരണമാണ്, ഞാനതെല്ലാം കേസാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത് അവർക്കൊരു ഹെൽത്തിനെ കുറിച്ച് കൺസേൺ അല്ലാത്ത, വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെയുള്ള സ്പെഷ്യൽ ഡെസ്റ്റിനേഷനുകൾ എടുത്തിട്ട് അവർക്ക് കുറച്ചുകൂടെ ഹോളി ട്രിപ്പുകൾ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ട്രിപ്പുകൾ ആവശ്യമുണ്ടാവും, അതുപോലെ തന്നെ ഒന്ന് മൈൻഡ് ഫ്രീ ആകുന്നതിന് സഹായിക്കുന്ന ട്രിപ്പുകൾ ആവശ്യമുണ്ടാവും. അപ്പം അവർക്ക് വേണ്ട സൊല്യൂഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? കണ്ടെത്തി. എന്നിട്ട് ആ സൊല്യൂഷനെ കൃത്യമായിട്ട് പാക്ക് ചെയ്യും. സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ മനോഹരമായിട്ട് നമ്മൾ അടുത്ത ഭാഗം ചെയ്തു അതിനെ പാക്ക് ചെയ്തു. ദാറ്റ് മീൻസ് അതിനൊരു പാക്കേജോ പ്രോഡക്റ്റോ ആയിട്ട് വളരെ മനോഹരമായ രീതിയിൽ ആ പാക്കേജിന്റെ ഒരു പേരൊക്കെ ഇട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ പാക്കേജിന് നമ്മൾ പാക്ക് ചെയ്തു. പാക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വെബ്സൈറ്റ് വഴിയോ മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ അതിന് മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു? ഷോക്കേസ് ചെയ്തു. പബ്ലിക്കിലേക്ക് നമ്മൾ കൊടുത്തു. ആളുകൾ ടോക്ക് ഓഫ് ദ ടൗൺ ആക്കി. നമ്മൾ ഇൻഫ്ലുവൻസറെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നു. വീഡിയോ ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യുന്നു, പോസ്റ്റർ ക്യാമ്പയിൻസ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ഈ ഓഫറിനെ കുറിച്ച്, ഈ സർവീസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് മാർക്കറ്റിലേക്ക് കൺവേ ചെയ്തു. അതായത് നമ്മൾ ഫേസ്ബുക്ക് ആവാം, ഇൻസ്റ്റഗ്രാം ആവാം, യൂട്യൂബ് ആകാം, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഗ്രൂപ്പുകളാകാം, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളാകാം. ഓഫ്ലൈൻ ക്യാമ്പയിൻസിലൂടെ നിങ്ങൾ ചില കമ്മ്യൂണിറ്റി, ഇപ്പോൾ റോട്ടറി അല്ലെങ്കിൽ ലയൺസ് തുടങ്ങിയ കമ്മ്യൂണിറ്റികളിലൂടെ നിങ്ങൾ ആ മാർക്കറ്റിംഗ്, അവിടെയുള്ള ആളുകളെ കുറച്ചും കൂടെ നേരിട്ട് കണക്ട് ചെയ്യുന്നത് വഴിയൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവരുമായിട്ട് കണക്ട് ചെയ്തു. നമ്മൾ ഈ പാക്കേജിനെ കുറിച്ചൊക്കെ അവർക്ക് ഷോക്കേസ് ചെയ്ത് കൊടുത്തു. ഷോക്കേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് തീർച്ചയായിട്ടും വരുന്നൊരു സാധനമാണ് നമുക്ക് ഈ സർവീസ് എക്സ്പീരിയൻസ് ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞു, ആളുകൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? അവർക്കുള്ള സർവീസ്. ഇവിടെ സെയിൽസ് നടന്നു, അത് ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും അവരെന്ത് ചെയ്ത്? ഇൻട്രസ്റ്റ് ചെയ്ത് പേയ്മെന്റ് വന്നു, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ, ട്രിപ്പിന് അവർ പോകാൻ താല്പര്യമുണ്ട്. സോ ഈ ട്രിപ്പിനകത്ത് ഇവർ വരുന്ന സമയത്ത് വേറെ എവിടെയും കിട്ടാത്ത യുണീക്ക് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റി. വളരെ മികച്ച രീതിയിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, കസ്റ്റമറെ സർവീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്. ഒരു 50ഓളം വരുന്ന ഈ ഓൾഡ് ഏജ് ഗ്രൂപ്പ്, നോർമലി പിള്ളേരെ കൊണ്ടുപോകുന്നത് പോലെയല്ല, അല്ലെങ്കിൽ കപ്പിൾസിനെ കൊണ്ടുപോകുന്ന പോലെയല്ല. അതിനകത്ത് അതിൻ്റെതായ ചലഞ്ചുകൾ ഉണ്ടാവും. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസ് നമ്മൾ ടേക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇമോഷണൽ ചലഞ്ചസുകൾ പലർക്കും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു മികച്ച സർവീസ്. അവർ വന്ന് ഒരാഴ്ചയിലെ ട്രിപ്പ്, ഒരു 6 നൈറ്റും അതുപോലെ തന്നെ 7 ഡേയ്സും കഴിഞ്ഞ് അവർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയണം, ജീവിതത്തിൽ ഇതുപോലൊരു ഒരു ട്രിപ്പ് ഞാൻ പോയിട്ടുള്ള അത്രയും അടിപൊളിയായിരുന്നു, എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു പ്രശ്നമില്ല. കാരണം ഇവർ കാശുള്ള കമ്മ്യൂണിറ്റിയാണ്. ഉദാഹരണം പറയണേ, എല്ലാവരെയും നമുക്ക് ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ട്രിപ്പിന് വേണ്ടിയിട്ട് അവരെ സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു 3-4 ലക്ഷം രൂപ ചെലവാക്കാൻ തയ്യാറായിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഈ ഒരു കേസിൽ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സും ഇവരുടെ സർക്കിൾ എന്ന് പറയുന്നതും ഇതേ സ്ട്രെങ്ത് ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും. സോ ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഇവർ കടന്നു വരുമ്പോൾ ഇവർക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും. സ്വാഭാവികമായിട്ടും ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും? വാറണ്ടി കൊടുക്കേണ്ടി വരും. സർവീസ് ഇമ്പോർട്ടന്റ് ആണ്. ആ സർവീസിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കേണ്ട വാറണ്ടി ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്, വാറണ്ടി ഓർ ആഫ്റ്റർ സെയിൽ സർവീസ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ബിസിനസ്സിനകത്ത് വാറണ്ടി പോലുള്ള അല്ലെങ്കിൽ ആഫ്റ്റർ സർവീസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തത് കസ്റ്റമറുടെ കയ്യിൽ നമുക്ക് എന്ത് കിട്ടും? റെഫറൻസ് കിട്ടും. കാരണം അയാളോട് ചോദിക്കുന്നു, സണ്ണി ചേട്ടൻ എവിടെയായിരുന്നു? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടില്ലല്ലോ. എന്നോടാ പോയി, ഞാന് നമ്മുടെ ഹോസ്റ്റൽ ഹോളിഡേയ്സിന്റെ കൂടെ ഒരു ആഴ്ച ട്രിപ്പൊക്കെ പോയി. ജീവിതത്തിൽ നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കുറേയൊക്കെ. നമ്മൾ കാശുണ്ടാക്കുന്നതിന് ഇടയിലൊക്കെ തിരക്കിലായിരുന്നു. പക്ഷെ
നമ്മൾ പോകണം കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ കാശുണ്ട്. ഇപ്പൊ നമുക്ക് പിള്ളേരൊക്കെ ഒരു ഒരു അവരൊക്കെ ഒരു കരക്കെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അവരെ കുറിച്ചൊന്നും കൺസേൺ ആവണ്ട. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ചൊക്കെ പൈസ ചെലവാക്കണ്ടേ? അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. നമ്മൾക്കനുസരിച്ച് നമ്മുടെ പാക്കേജുകളൊക്കെ സെറ്റ് ചെയ്ത് പാക്കേജ് തരുന്നതാണ് ഓസ്റ്റിൻ ഹോളിഡേയ്സ്. താൻ അവരെ ഒന്ന് കണ്ടു നോക്കും, അടിപൊളിയായിട്ട് കിട്ടും. അടുത്ത പാക്കേജൊക്കെ വരുന്നുണ്ട്. സോ അയാളുടെ കെയർ ഓഫിൽ നമുക്ക് റെഫറൻസ് കിട്ടണം. ഇത് കിട്ടുന്ന ഒറ്റയടിക്കല്ല, ഇതൊരു സുപ്രഭാതത്തിൽ കിട്ടുന്നതല്ല. ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർ ആയിട്ട് സംഭവിക്കുമ്പോഴാണ് ഒരു കസ്റ്റമറുടെ മൈൻഡിനെ നമ്മളിലേക്ക് എത്തുന്നത്. ഇതെല്ലാം ചേരുന്നതിന്റെ പേരാണ് മാർക്കറ്റിംഗ്, എഫക്റ്റീവ് മാർക്കറ്റിംഗ്. അതായത് ഇതെല്ലാം കടന്നു കഴിയുമ്പോൾ ഇത് ഓരോന്നും നീഡ് ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ ഇത് പാക്ക് ചെയ്ത് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടിയിട്ട് കസ്റ്റമറുടെ മനസ്സിനകത്ത് നമ്മളെ കുറിച്ചുള്ള ഇമേജുകൾ വരാൻ തുടങ്ങും. നമ്മളെ കുറിച്ചുള്ള ഇമേജുകൾ കസ്റ്റമറുടെ മനസ്സിനകത്ത് പല ഘട്ടങ്ങളിലായിട്ട് വരാൻ തുടങ്ങും. ഈ വരുന്ന കസ്റ്റമർ ഇമേജിനെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മൾ ഓരോ ഘട്ടവും കടന്ന് ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ചെയ്ത് അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രോഫിറ്റബിൾ ആക്കി മാറ്റുന്നത്. നമ്മുടെ ബിസിനസ്സിനെ റെഗുലർ ആയിട്ട് കസ്റ്റമർ എൻഗേജ് ചെയ്ത് കസ്റ്റമറെ കീപ്പ് ചെയ്ത് കസ്റ്റമറിലൂടെ നമ്മുടെ ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മാർക്കറ്റിംഗ്.